2000 ഏക്കറിൽ ഗ്ലോബൽ സിറ്റി നിർമ്മിക്കാൻ തമിഴ്നാട് സർക്കാർ. പുതിയ ബജറ്റിലാണ് പ്രഖ്യാപനം. രൂപയുടെ ദേശീയ മുദ്ര ഒഴിവാക്കി തമിഴ്നാടൻ ചിഹ്നം ഉപയോഗിക്കുന്നത് ചർച്ചയായതിനിടയിൽ അവതരിപ്പിച്ച ബജറ്റിൽ കേന്ദ്ര അവഗണനയും പ്രധാന വിഷയം. ഇന്ത്യയുടെ 6% വരുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളുടെ GDP സംഭാവന 9% കിട്ടുന്ന കേന്ദ്രവിഹിതം 4% മാത്രമെന്ന് ബജറ്റ്. സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലിയും മറ്റും ചേർത്ത് പവന് 71,500 രൂപയോളം കൊടുക്കേണ്ട സ്ഥിതിയായി. 3 ദിവസം കൊണ്ട് 1,680 രൂപ വർദ്ധിച്ച സ്വർണം ഹോളി ദിനത്തിൽ സർവകാല റെക്കോർഡിലാണ്. കേരളത്തിലെ വിവാഹ ടീമുകൾ ട്രംപിനെ പ്രാകും. സിമന്റിന് വില കൂടിയേക്കും. ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്യുന്ന ഭൂമിക്ക് സർക്കാർ പുതിയ നികുതി ഏർപ്പെടുത്തിയതാണ് കാരണം. നികുതി ഭാരം സ്വാഭാവികമായും ഉപയോക്താക്കളിലേക്ക് എത്തും. ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് വമ്പന്മാരായ LGയുടെ ഇന്ത്യൻ ഉപകമ്പനി 15% ഓഹരിയുമായി വിപണിയിലേക്ക്. IPOയ്ക്ക് സെബിയുടെ അനുമതിയായി. മറ്റൊരു തെക്കൻ കൊറിയൻ കമ്പനി ഹ്യുണ്ടായി മോട്ടോറിന്റെ അരങ്ങേറ്റം മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. കുരുമുളക്, ഏലം, കൊക്കോ, നാളികേരം എന്നിവയ്ക്ക് വിലയേറ്റം. ഡിമാൻഡ് കൂടുമ്പോൾ പക്ഷേ ഉൽപാദനത്തിൽ ഇടിവ്. വേനൽ ചൂടിൽ കറ കുറഞ്ഞ നേരത്ത് റബ്ബറിന് വില 200-നടുത്ത്. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല. അത് കർഷകന്റെ ദുര്യോഗം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.